ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ്. നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അരച്ചിട്ടുള്ള ചോറ് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കപ്പളവ് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. കയ്യിലൊന്ന് പിടിക്കാനുള്ള ഒരു പാകമാണ് കേട്ടോ. അതാണ് മാവിൻ്റെ ഒരു പാകം. ഈ മാവ് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് വിരൽ വെച്ചിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്തൊന്ന് ഹോളാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മളിത് ഓയിലിലേക്ക് ഇടാൻ പാടുള്ളൂ. അതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നല്ല പോലെ ഒരു ഭാഗം മൊരിയിച്ചെടുക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ നല്ലപോലെ ആയതിന് ശേഷം നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം. സോഡാപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. പിന്നെ നമ്മൾ കോരി എടുക്കുന്ന സമയത്തും തീയൊന്ന് കൂട്ടിയിട്ട് വേണം നമ്മൾ കോരിയെടുക്കാൻ. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല പോലെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.